അടുത്ത ഒരാഴ്ചക്കാലം സംസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ വിരളമായിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും. സ്വാഭാവികമായും തിരുവോണവും ഉത്രാടവും അവിട്ടവും ചതയവും ഉൾപ്പെടെയുള്ള ഓണനാളുകൾ വരുന്നതിനാൽ തന്നെ പല സ്ഥാപനങ്ങളും അവധിയായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മദ്യപന്മാർ ശ്രദ്ധിക്കേണ്ടത് 26-നും 28-നും ബെവ്കോ ഔട്ട്ലെറ്റുകൾ അവധിയായിരിക്കുമെന്നുള്ളതാണ്. അതായത് 28-ന് ശ്രീനാരായണ ഗുരു ജയന്തി ദിനമാണ്. അന്ന് ചതയ ദിനത്തിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ അവധിയാണ്. മറ്റൊന്ന് 26-നും തിരുവോണത്തിനും അവധിയായിരിക്കും എന്നുള്ള കാര്യവും ബെവ്കോ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാറുകളും കൺസ്യൂമർ ഫെഡിൻ്റെ വിൽപ്പനശാലകളും 26-ന് പ്രവർത്തിക്കുമെങ്കിലും 28-ന് അവയും അടയ്ക്കും. സ്ഥിരം ജീവനക്കാർക്ക് ഇത്തവണയും 1 ലക്ഷം രൂപയിലേറെ ബോണസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് പരമാവധി ബോണസ് 1,05,000 രൂപയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 2,500 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഡ്വാൻസ് തുകയായി 50,000 രൂപയും നൽകും. 37 കോടിയാണ് ഓണം ആനുകൂല്യങ്ങൾക്കായി നൽകുന്നതിനുള്ള ചെലവ്. കോർപ്പറേഷൻ നഷ്ടത്തിലായതിനാൽ തന്നെ ധനവകുപ്പിൻ്റെ അനുമതി കൂടി ലഭിച്ച ശേഷമേ ബോണസ് വിതരണം ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അങ്ങനെ ബെവ്കോ ജീവനക്കാർക്ക് കോളടിച്ചു. ബെവ്കോ ജീവനക്കാർക്ക് 2,500 രൂപ അധികം സ്ഥിരം ജീവനക്കാർക്ക് ബോണസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1,05,000 രൂപയാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവോണത്തിനും ഒപ്പം തന്നെ ചതയത്തിനും ബെവ്കോ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ആവശ്യമുള്ള ആളുകൾ മദ്യം ഈ ദിവസങ്ങളിൽ കരുതി വെക്കണം എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും അടുത്ത നാളുകളിൽ സംസ്ഥാനത്ത് ഒരാഴ്ചക്കാലത്തോളം അവധി ദിനം കൂടിയാണ്. ഇതുകൂടി മുന്നിൽ കണ്ടുവേണം കാര്യങ്ങൾ ക്രമീകരിക്കാൻ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പത്മകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.